സോഷ്യൽ മീഡിയയിലൂടെ മൊബൈൽ ഫോണുള്ള ഓരോ വ്യക്തിയും ഒരു മാധ്യമത്തിന്റെ ഉടമസ്ഥനായി മാറി. മുഖ്യധാര മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും. അപ്പോൾ ഈ നുണ പറയാനൊരു വസ്തുവായിട്ട് മാറിയിരിക്കുന്നു പലപ്പോഴും യൂട്യൂബ് പോലുള്ള അല്ലെങ്കിൽ പൊതുവെ ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് മുഴുവൻ. വ്യാജ വാർത്തകളുടെയും വ്യാജമായിട്ടുള്ള പ്രവൃത്തികളുടെയും ഫലം അവസാനം ഒന്ന് തന്നെയാണ്. മാധ്യമ ജാഗ്രതയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാങ്കേതിക രംഗത്തുണ്ടായ അത്ഭുതകരമായ പുരോഗതി വ്യാജ നിർമ്മിതികളുടെ ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചത്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെയും പൊതുസമൂഹത്തെ ബാധിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ സൗകര്യപൂർവ്വം ഒഴിവാക്കി ചവറ വാർത്തകൾക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബദൽ മാധ്യമങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ട സാമൂഹ്യ മാധ്യമങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ ഡയറക്ടറും ബറോഡ ആസ്ഥാനമായുള്ള റീജിയണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മൾട്ടിമീഡിയ അക്കാദമി മേധാവിയുമായിരുന്ന എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ KM നരേന്ദ്രൻ മാധ്യമരംഗത്തെ പുതിയ പ്രവണതകളോടുള്ള അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുകയാണ്. മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏത് കാലത്തും ഏതെങ്കിലും സാമ്പത്തിക ശക്തികളുടെ കയ്യിലായിരിക്കും. ഒന്നുകിൽ കോർപ്പറേറ്റ് ശക്തികളുടെ, അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ, ആൾബലമുള്ളൊരു മതസംഘടനയുടെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് പണ്ടും ഉണ്ടായിട്ടുള്ളത്, ഇപ്പോഴും ഉള്ളത്. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യ സമരക്കാലത്താണല്ലോ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തുടങ്ങിയത്, പത്രങ്ങളൊക്കെ. ആരൊക്കെയാണ് തുടങ്ങിയതെന്ന് നോക്കൂ. ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ മതസംഘടനകൾ ധാരാളം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്വകാര്യ വ്യക്തികൾ, അതായത് നല്ല സാമ്പത്തിക ശേഷിയുള്ള സ്വകാര്യ വ്യക്തികൾ. അപ്പോൾ ഏത് കാലത്തും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തുടങ്ങുന്നത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ ശക്തിയുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഇടയിലാണ് ആകാശവാണിയും അതുപോലെ ദൂരദർശനവും പ്രവർത്തിക്കുന്നത്. അതാകട്ടെ സർക്കാരിൻ്റെ നേരിട്ട് കയ്യിലുള്ള രണ്ട് സ്ഥാപനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും ആ അർത്ഥത്തിൽ ദൂരദർശനും അതുപോലെ ആകാശവാണിക്കും പ്രസക്തി ഉണ്ട് എന്നത് തന്നെയാണ് കാര്യം. പക്ഷെ അതേസമയം തന്നെ ഈ മട്ടിലാണ് അത് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്ഥലത്തും പ്രസക്തി ഉണ്ടാവുകയുമില്ല. കാരണം ഇന്നത്തെ ഒരു പ്രൊഫഷണൽ ഒരു ലോകത്ത് ആ മട്ടിലൊന്നുമല്ല ഈ രണ്ട് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് പിന്നോട്ട് പോകുന്നത്. തൽക്കാലം ഇപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പറയാനുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പ്രസക്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് ഉത്തരം. ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ല, അതുകൊണ്ട് പ്രസക്തി ഇല്ല എന്നും പറയാം. ആകാശവാണിയും ദൂരദർശനെയും സംബന്ധിച്ചിടത്തോളം 100 പേര് വേണ്ട ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. ആ 100 പേരിൽ ഇപ്പോൾ സ്റ്റാഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെറും 80 70 ഒക്കെ ആണെങ്കിൽ ആകാശവാണിയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ, ആ 80 70 ആൾക്കാർ ഒന്ന് അധ്വാനിച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ 100 പേര് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരു എഫിഷ്യൻസിയിലേക്ക് എത്താൻ പറ്റും. പക്ഷേ 100 പേര് വേണ്ടെടുത്ത് ആകെ 2 3 ആളുകളെ ഉള്ളൂ എങ്കിൽ അത് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ഇതേ അവസ്ഥയാണ് ഇന്ന് ആകാശവാണിക്കും ദൂരദർശനും വന്നിട്ടുള്ളത്. ഇന്ത്യ മുഴുവൻ വേണ്ട സ്റ്റാഫിൻ്റെ, പ്രത്യേകിച്ച് പ്രോഗ്രാം സ്റ്റാഫിൻ്റെ വെറും 2 3% ആളുകളെ ഇപ്പോൾ ബാക്കിയുള്ളൂ. അവർ തന്നെ 1 2 വർഷം കൊണ്ട് റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ ശൂന്യമാകാൻ പോവുകയാണ് ആകാശവാണിയുടെ എല്ലാ മുറികളും, അതുപോലെ ദൂരദർശൻ്റെ എല്ലാ മുറികളും. അത്തരമൊരു സന്ദർഭത്തിൽ അതിനൊരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം യന്ത്രങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഹോട്ടലാണെങ്കിലും ഏതാണെങ്കിലും വേണ്ട സ്റ്റാഫ് വേണമല്ലോ. ഏറ്റവും ചുരുങ്ങിയത് കുറച്ചെങ്കിലും പേര് വേണമല്ലോ. അതില്ല. അപ്പോൾ അത് പ്രൊഫഷണലിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആളുണ്ടെങ്കിലല്ലേ പ്രൊഫഷണലിസം ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ, ഇന്നത്തെ അവസ്ഥയിൽ ആകാശവാണിക്കോ ദൂരദർശനോ ഈ പുതിയ മാധ്യമങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഹോട്ടൽ പ്രവർത്തിക്കുന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്ന പോലെ തന്നെ പണ്ട് കാലത്ത്, ഒരുപക്ഷെ ആകാശവാണി അത് തുടങ്ങിയ കാലത്ത് അന്നത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അന്നത്തെ പരിപാടികളൊക്കെ പ്രക്ഷേപണം ചെയ്തിരുന്നത്.
അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്നും പ്രക്ഷേപണം ചെയ്തത്. ആകാശവാണിയിൽ കാലം മാറുന്നില്ല, എന്നും അതൊരു ഭൂതകാലത്ത് ജീവിക്കുകയാണ്. അത് മാറിയിട്ട് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചും ഇന്നത്തെ ആവശ്യങ്ങളനുസരിച്ചും ഇന്നത്തെ വേഗത അനുസരിച്ചും ആകാശവാണിക്കും ദൂരദർശനും പ്രവർത്തിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതായത് പ്രൊഫഷണലിസം ഈസ് ഓൾമോസ്റ്റ് അബ്സല്യൂട്ട്ലി നിൽ. അതുകൊണ്ടാണ് ആകാശവാണിയും ദൂരദർശനും ഇത്രയധികം മോശമാകാൻ കാരണം. അങ്ങനെ ആകാശവാണിയും ദൂരദർശനും അസ്തമിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ 33 കൊല്ലം ഞാൻ ജോലി ചെയ്ത സ്ഥാപനമാണ്. അങ്ങനെ ഒരു വർത്തമാനം എൻ്റെ വായിൽ നിന്ന് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ സോഷ്യൽ മീഡിയ വരാൻ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അപചയം മാത്രമല്ല കാരണം, അതിന് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. ആരാണ് ഇന്ത്യയിൽ മാധ്യമങ്ങൾ തുടങ്ങിയത് എന്ന് തുടങ്ങാം. ഞാൻ പറഞ്ഞു, അത് ഒരിക്കലും ജനകീയമായിരുന്നില്ല. വലിയ സാമ്പത്തിക ശേഷിയും സാമൂഹിക ശേഷിയും രാഷ്ട്രീയ ശേഷിയുമുള്ള ചിലരാണ് അത് തുടങ്ങിയത് പണ്ടും. അതായത് പൂർണ്ണമായും ജനാധിപത്യവൽകൃതമാണ് മാധ്യമങ്ങൾ എന്ന് അന്നും പറയാൻ പറ്റില്ല. പിന്നീട് ചാനലുകൾ വന്നു. ചാനലുകൾ വന്നപ്പോഴും പ്രശ്നം ഇത് തന്നെയാണ്. 100-150 കോടി രൂപ മുടക്കാൻ പറ്റുന്ന മുതലാളിമാർക്കേ അത് തുടങ്ങാൻ പറ്റുകയുള്ളൂ. കേരളത്തിൽ ഇത് 25-30 ചാനലുകളുണ്ടായിരിക്കാം, മലയാളം ചാനലുകളുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ തുടങ്ങുന്നത് സാധാരണ മനുഷ്യരല്ല, ഇങ്ങനെ അല്പം സാമ്പത്തിക ശേഷിയുള്ള സംഘടനകളോ വ്യക്തികളോ ആണ് തുടങ്ങുന്നത്. ഈ സോഷ്യൽ മീഡിയ വന്ന സമയത്തുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിലൂടെ മൊബൈൽ ഫോണുള്ള ഓരോ വ്യക്തിയും ഒരു മാധ്യമത്തിൻ്റെ ഉടമസ്ഥനായി മാറി. ഓരോ വ്യക്തിയും, ഞാനൊരു മാധ്യമത്തിൻ്റെ ഉടമസ്ഥനായിരിക്കും, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയും മാധ്യമത്തിൻ്റെ ഉടമസ്ഥനായിരിക്കും. അങ്ങനെ എല്ലാവരും മാധ്യമത്തിൻ്റെ പ്രക്ഷേപകനും റിസീവറല്ല പ്രക്ഷേപകൻ തന്നെയായിട്ട് മാറി. അത് എല്ലാവർക്കും ഒരു അവനവൻ്റെ ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ചുരുക്കം പറയുക വെച്ചാൽ ഓരോ വ്യക്തിക്കും ഒരു പ്രാധാന്യം കൊടുക്കുന്ന വസ്തുവാണ്. അല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളുടെ അപചയം മാത്രമാണ് ഇതിൻ്റെ തുടക്കം, അതായത് ഈ സോഷ്യൽ മീഡിയയുടെ തുടക്കം എന്ന് വിചാരിക്കരുത്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ അപചയം ഇതിനൊരു ഗുണം ചെയ്തു എന്ന് പറയാം. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അപചയത്തെ ഗുണം ചെയ്യുന്ന ഈ സ്ഥാപനം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സ്ഥാപനം അതിനേക്കാൾ വഷളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് പലപ്പോഴും സർവൈവ് ചെയ്യുന്നത് എന്നതും സത്യമാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇനി അങ്ങനെ ചെയ്യുന്നുണ്ട് ചിലരെന്ന് വിചാരിക്കുക. അത്തരം ചാനലുകളാണോ അതോ നുണ പറയുകയും സെൻസേഷണലായിട്ട് പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന യൂട്യൂബ് പോലുള്ള ചാനലുകളാണോ ആളുകൾ കൂടുതൽ കേൾക്കുന്നത് കാണുന്നത് എന്നൊരു ചോദ്യമില്ലേ? അപ്പോൾ നിങ്ങൾ വേണു സത്യം പറയാനും മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട വാർത്തകൾ കൊടുക്കാനുമായിരിക്കാം വേണുവിൻ്റെ ചാനൽ ഇവിടെ വേണുവിൻ്റെ ഉദ്ദേശം അതായിരിക്കാം. നല്ല ഉദ്ദേശമാണ്. അത്തരം വാർത്തകളും അത്തരം കാര്യങ്ങളും കാണാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. സാധിക്കുമെന്നുള്ളത് ശരിയാണ്, പക്ഷെ സാധിച്ചാലും ആർക്ക് താല്പര്യമുണ്ട്? ഇപ്പോൾ വേണുവിൻ്റെ ചാനലായിട്ട് വർത്തിക്കണമെങ്കിൽ അത് ധാരാളം ആളുകൾ കാണണ്ടേ? അത് കാണുന്നില്ല എന്ന് വയ്ക്കുക. വേണുവിൻ്റെ ഇത് ഒരു ഡയറി കുറിപ്പിൻ്റെ പ്രാധാന്യമുള്ളൂ. വേണു എഴുതാം, വേണുവിന് വായിക്കാം, വേണമെങ്കിൽ അയൽക്കാർക്ക് കൂടി വായിക്കാൻ കൊടുക്കാം. ഇത്രയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതായത് സെൻസേഷണൽ ജേർണലിസത്തിൻ്റെ ഒരു കാലത്ത് എത്രത്തോളം ഈ ബദലായിട്ട് ഇതിന് പ്രവർത്തിക്കാൻ പറ്റും, നമുക്ക് മോഹിക്കാൻ പറ്റും, നമുക്ക് ചെയ്യാനും പറ്റും. പക്ഷെ ആളുകളെ കൊണ്ട് കാണിക്കാൻ അതുകൊണ്ട് സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ വേണുവിൻ്റെ ഭാഗത്താണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ ഒരല്പമെങ്കിലും സത്യത്തിൻ്റെ കണികയും സൈഡ് ലൈൻ ചെയ്യപ്പെട്ട വാർത്തകളും പുറത്തു വരും, അല്പമെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഒരു മിഷണറി സീലോടുകൂടി ഇത് നിലനിർത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. എന്തൊക്കെ പറഞ്ഞാലും കോർപ്പറേറ്റ് മാധ്യമങ്ങളാണെങ്കിൽ പോലും ആ കാലത്ത് അതിനൊരു വിശ്വാസ്യതയുണ്ടായിരുന്നു. ഒരു പത്രത്തിലാണ് അച്ചടിച്ച് വന്നതെങ്കിൽ 50% സത്യമാകും എന്ന് നമുക്കൊരു തോന്നലുണ്ട്. നേരെ മറിച്ച് ടെലിവിഷൻ്റെ ഒരു കാലം വന്ന സമയത്ത് കൂടുതൽ ചാനലുകൾ വന്നു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ടെലിവിഷൻ്റെ എഴുതി വയ്ക്കപ്പെട്ടതോ ദൃശ്യമായി കാണിക്കുന്നതോ ആയ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസ്യതയുടെ അംശവും കുറച്ച് കുറഞ്ഞു. ഇപ്പോൾ ഒരു ചാനലിൽ മുഖ്യമന്ത്രി ഇന്നത് പറഞ്ഞു എന്ന് പറയുന്നു, സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് ആ ചാനൽ അത് മാറ്റുന്നു, മുഖ്യമന്ത്രി എന്നുള്ളതിന് പകരം പ്രതിപക്ഷ നേതാവ് എന്ന് എഴുതുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അതും മാറ്റുന്നു, വേറൊരാൾ എന്ന് എഴുതുന്നു. ഇങ്ങനെ മാറ്റാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും. നേരെ മറിച്ച് ഒരു പത്രത്തിൽ അത് സാധിക്കില്ല. ഒരിക്കൽ അച്ചടിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ അത് നമ്മുടെ കൂടെ ഇരിക്കും. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ്. ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എനി കോർട്ട്. നേരെ മറിച്ച് ചാനലിനാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ വരുന്ന സമയത്ത്
മാറ്റാനൊരു സൗകര്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്ര വിശ്വാസ്യത ആ ചാനലിന് ഉണ്ടാവില്ല. ചാനൽ ഒരുപാട് തെറ്റ് വരുത്തും, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറ്റും. അപ്പോൾ അവർക്ക് വിശ്വാസ്യത കുറയും. നിങ്ങൾ അടുത്ത രംഗത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വരുന്നു, അതിന് സത്യവുമായിട്ട് ഒരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ പറയാം. വ്യാജ വാർത്തകൾക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്കൊരു ചാനൽ ആരംഭിക്കാൻ സാധിക്കും. അങ്ങനെ ആരംഭിക്കാറുണ്ട്. വ്യാജം മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. ഒരു സത്യത്തിൻ്റെ കാണിക്കുക പോലും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും സത്യമായിട്ടൊരു കാര്യം അവരറിഞ്ഞാൽ അത് വേണ്ടാന്ന് വയ്ക്കും, പകരം വ്യാജമായിട്ടൊരു സാധനം കൊടുക്കും. ഇപ്പോൾ മെഡിക്കൽ കാര്യങ്ങളൊക്കെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന എത്രയോ വ്യാജ സൈറ്റുകളുണ്ടല്ലോ. ഞാൻ അടുത്ത കാലത്ത് ഒരു സൈറ്റ് നോക്കി, ഒരു അസുഖത്തിൻ്റെ മരുന്നിൻ്റെ കാര്യം അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇന്ന യൂണിവേഴ്സിറ്റികളിൽ ഇതിനെ സംബന്ധിച്ച റിസർച്ച് നടത്തിയിട്ടുണ്ട്, വിജയകരമായിട്ട് ഈ മരുന്ന് പുറത്ത് ഇറക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്നിട്ട് മാത്രമല്ല അതിൽ ലിങ്കും തന്നിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റികളുടെ ആ പ്രസിദ്ധീകരിച്ച പ്രബന്ധങ്ങളുടെ ലിങ്ക് വരെ തന്നിട്ടുണ്ട്. ലിങ്കും ശരിയാണ്. അപ്പോൾ നമ്മളത് വിശ്വസിക്കും. സത്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലവുമില്ല, അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുമില്ല. ഇതൊക്കെ വ്യാജമാണ്. അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ, അങ്ങനെ സ്ഥലവുമില്ല. അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ യൂണിവേഴ്സിറ്റിയുമില്ല. ഈ പ്രബന്ധം മാത്രമാണ് ഒരു വ്യാജ പ്രബന്ധം അവിടെ വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് അയാൾ ഇതൊക്കെ കളിച്ചത്. വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കളിച്ചത്. പക്ഷേ അങ്ങനെ സ്ഥലവുമില്ല, യൂണിവേഴ്സിറ്റിയുമില്ല, അങ്ങനെ ശാസ്ത്രജ്ഞനുമില്ല. അപ്പോൾ അങ്ങനെ വ്യാജമായിട്ടുള്ളൊരു കാര്യം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്കൊരു ചാനൽ നടത്താൻ പറ്റും. അത്ര പറ്റില്ല നമ്മളുടെ പഴയ ടെലിവിഷൻ മാധ്യമങ്ങൾക്ക്, ടെലിവിഷൻ ചാനലുകൾക്ക്. അതിനേക്കാൾ വിശ്വാസ്യതയുണ്ടായിരുന്നു ആദ്യകാലത്തെ പത്രങ്ങൾക്ക്. കാരണം അത് ഡോക്യുമെൻറ്റഡ് ആയിട്ടൊരു സാധനമാണ്. അതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ വരെ പോകാൻ പറ്റും. അപ്പോൾ അവർ കുറേ കൂടി സൂക്ഷിക്കും. അപ്പോൾ വിശ്വാസ്യതയുടെ കാര്യത്തിൽ 0-ൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾക്കൊരു ചാനൽ എന്ന് വിളിക്കാൻ പറ്റുമോ? സത്യം പരസ്പരം പറയാനാണ് ചാനൽ, നുണ പറയാനല്ല. അപ്പോൾ ഈ നുണ പറയാനൊരു വസ്തുവായിട്ട് മാറിയിരിക്കുന്നു പലപ്പോഴും യൂട്യൂബ് പോലുള്ള, അല്ലെങ്കിൽ പൊതുവെ ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് മുഴുവൻ. AI വന്നിട്ടുണ്ടെങ്കിൽ വ്യാജത്തിൻ്റെ അംശം ഒന്നുകൂടി കൂടിക്കിട്ടും ഉറപ്പായിട്ട്. അത് വളരെ പകിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റാനും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്നത് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊന്നുമില്ല. നേരെ മറിച്ച് വ്യാജ വസ്തുക്കൾ ഉണ്ടാക്കാനും പിന്നെ തമാശ പറയാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അത്തരം വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനത് ആസ്വദിക്കാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു ഡാൻസ് ചെയ്തു എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു ഡാൻസ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒരു ഡാൻസ് ചെയ്തെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് വെറുതെ മനസ്സിൽ ഭാവന ചെയ്യുമ്പോൾ ഉള്ള ഒരു തമാശ, അത് കുഴപ്പമൊന്നുമില്ല. തമാശ പറയാനും ഒരു കാർട്ടൂണിന് ബദലായിട്ട് ഒക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ നല്ലതാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഉപയോഗിക്കുന്നത് മിക്കവാറും അതിനല്ല. നേരെ മറിച്ച് അങ്ങേയറ്റം വിഷലിപ്തമായ വാക്കുകളിലൂടെ പ്രധാനപ്പെട്ട വ്യക്തികളെ തേജോവധം ചെയ്യാനാണെന്ന് ഉപയോഗിക്കുന്നത്. വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിർമ്മലാ സീതാരാമൻ അവരുടെ ഒരു സ്പീച്ച് നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ അവരുടെ തന്നെ ശബ്ദത്തിലാണ്, അവരുടെ ശബ്ദത്തിൻ്റെ ഇമിറ്റേഷൻ. ഒരു പ്രത്യേക പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രയോ മാസം കൊണ്ട് എത്രയോ ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ അവരുടെ മുഖവും ഒക്കെ അതുപോലെ തന്നെ വരുത്തും. എല്ലാവരും അത് വിശ്വസിച്ചു പോകും. 100 പേര് അല്ലെങ്കിൽ 10,000 പേര് വിശ്വസിച്ചിട്ടുള്ള അതിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അത് ഈ യൂട്യൂബ് ഉണ്ടാക്കിയ ആൾക്ക് ലാഭം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അതിനെതിരെ ഒരു നടപടി എടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഗവൺമെൻറ് നടപടി എടുക്കുന്നില്ല എന്ന്. ഗവൺമെൻറ്റിന് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചാനലുകളുടെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യ പോലും ആവണമെന്നില്ല. നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു വ്യാജ വീഡിയോ കേരളത്തിലിരുന്നിട്ട് ഉണ്ടാക്കാമെങ്കിൽ അമേരിക്കയിലോ ഫ്രാൻസിലോ ഹോങ്കോങ്ങിലോ ഇരുന്ന് നമുക്ക് നിർമ്മലാ സീതാരാമൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ആരെ പിടിക്കും? ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇത് ലോകം മുഴുവനുള്ള പ്രശ്നമാണ്. എന്ന് മാത്രമല്ല ഹോങ്കോങ്ങിലെയോ അമേരിക്കയിലെയോ ഒരു കള്ളനെ അല്ലെങ്കിൽ ഇതുപോലെ വ്യാജം ചെയ്ത ഒരാളെ പിടിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അയാളപ്പോൾ പറയും എൻ്റെ നാട്ടിൽ ഇത് നിയമവിരുദ്ധമല്ല, പിന്നെ നിങ്ങളെങ്ങനെ എന്നെ പിടിക്കും? സത്യമാണ്, ഇതിനൊരു ഇൻ്റർനാഷണൽ ലോ ഇല്ല. ഇന്ത്യക്കാരെ പിടിക്കാൻ ഇന്ത്യയിൽ ലോ ഉണ്ട്, അമേരിക്കക്കാർക്ക് അമേരിക്കൻ ലോ ഉണ്ട്, ബട്ട് ദർ ഇസ് നോ ഇൻ്റർനാഷണൽ ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ക്രൈം നടന്നാൽ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ലോ ഇന്നില്ല. ആകെയുള്ളത് നിരവധി ദേശീയ നിയമങ്ങളാണ്. ഈ ദേശീയ നിയമങ്ങൾ വെച്ച്
അന്താരാഷ്ട്ര കുറ്റവാളികളെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡിജിറ്റൽ സ്പേസിന് വേണ്ടി അന്താരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടാക്കിയാൽ ആദ്യം വരാവുന്ന വിമർശനം ഇത് ദേശീയ നിയമങ്ങളെ അപകടപ്പെടുത്തുന്നു എന്നായിരിക്കും. ദേശീയത, നമ്മുടെ സ്വന്തം നിയമങ്ങൾ എന്ന ഒരു അവസ്ഥ മാറിയിട്ട് നിങ്ങളൊരു അന്താരാഷ്ട്ര ഗവൺമെൻറ്റിലേക്കാണ് മാറാൻ പോകുന്നത്. അതിൽ നമ്മുടെ നാടിലെ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ നമ്മുടെ ജനതയ്ക്കും സ്വാതന്ത്ര്യമില്ലാതായി പോകുന്നു എന്നൊരു വിമർശനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല. വ്യാജ വാർത്തകളുടെയും വ്യാജമായിട്ടുള്ള പ്രവൃത്തികളുടെയും ഫലം അവസാനം ഒന്ന് തന്നെയാണ്. എല്ലാവരും കള്ളന്മാരാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു കഥയുണ്ട്. അതായത് ഒരു നാട്ടിലൊരു കള്ളനുണ്ടായിരുന്നു. ആ നാട്ടിലെ കള്ളൻ രാത്രി പോയിട്ട് സ്വർണവും ഇതൊക്കെ മോഷ്ടിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്തിനാന്ന് വെച്ചാൽ അയാൾക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് വലിയൊരു രമ്യഹർമ്മ്യവും ഒരു ഹോട്ടലൊക്കെ പണിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ ഒരു സ്ഥലത്ത് മോഷണം നടത്തി അയാൾ തിരിച്ചു വരുമ്പോൾ നോക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ ഇന്നലെ വരെ ഉണ്ടാക്കി വെച്ച പണം മുഴുവൻ വേറൊരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ലോകത്തിലെല്ലാവരും മോഷ്ടാക്കളാണെന്ന് വിചാരിക്കുക. ആ സമൂഹം അപ്പം തകർന്നു വീഴും. കാരണം മോഷണം പോലും സാമ്പത്തികമായി നിലനിൽക്കുന്ന ഒരു പ്രൊഫഷനായി മാറില്ല. മോഷ്ടിച്ച ആൾക്ക് പോലും നഷ്ടപ്പെടും. ഒരാൾക്കും ഒരാളെയും വിശ്വാസമില്ലാത്ത അവസ്ഥ വരും. ഇതുതന്നെയാണ് വ്യാജവാർത്ത. എന്തുകൊണ്ടാണ് വ്യാജവാർത്ത ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത്? വ്യാജവാർത്ത സൃഷ്ടിക്കാത്ത നമ്മൾക്ക് അത് ഭയമുണ്ടാക്കും. നമ്മളും തുടങ്ങിയാലോ വ്യാജവാർത്ത ഉണ്ടാക്കൽ? ഭൂമിയിലെ സർവ്വരും പരസ്പരം കള്ളം പറയുന്നു. അതോടെ സംഭവിക്കാൻ പോകുന്നത് ഭാഷയിൽ പോലും നമുക്ക് വിശ്വാസമില്ലാതാകും. ഭാഷയിൽ വിശ്വാസമില്ലാതായാൽ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരമൊരു സന്ദർഭത്തിൽ മൊത്തം ഈ സമൂഹം പരസ്പര ബന്ധമില്ലാതെ തകർന്നു വീഴും. ഈ വ്യാജ വാർത്തകളിലേക്ക് അന്ത്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇംപ്ലോഷൻ. ഒരു ബലൂൺ വീർപ്പിച്ച് അവസാനം പൊട്ടുന്ന പോലെ ഇരിക്കും. ഓരോരുത്തരായിട്ട് വ്യാജ വാർത്തകളുടെയും വ്യാജ ചാനലുകളുടെയും എണ്ണം കൂട്ടി എല്ലാവരും അത് ചെയ്തു തുടങ്ങിയാൽ അതോടുകൂടി തകർച്ച എന്ന് പറയുന്നത് സെക്കൻഡ് കൊണ്ടായിരിക്കും സംഭവിക്കുക. ഭൂമി മുഴുവൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം പരസ്പരം സംസാരിക്കാൻ പറ്റാതെ തകർന്നു പോകും. പ്രതിവിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തിയും ആലോചിച്ചുണ്ടാക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു അവതാര പുരുഷൻ ഇവിടെ വന്നിട്ട് നമ്മളെയൊക്കെ നന്നാക്കി കളയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം മനുഷ്യന് പോലും സാധിക്കാത്ത ചില കാര്യങ്ങൾ ഒരു അവതാര പുരുഷൻ വന്നിട്ട് ജീസസ് ക്രൈസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ ഒരാളോ വന്ന് നന്നാക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾ പരസ്പരം ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് സത്യമാണ് നുണയേക്കാൾ സമൂഹത്തെ നിലനിർത്തുന്നത് എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷേ ഇന്നത്തെ സമൂഹം ആ വഴിയിലാണോ യാത്ര ചെയ്യുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നേരെ വിപരീതം, കൂടുതൽ നുണയെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സംഭവിക്കുന്നത്. എനിക്കും ആഗ്രഹമുണ്ട്. വേണു ചോദിച്ചല്ലേ, അതായത് ഇതിനെന്താണ് പ്രതിവിധി എന്ന്. അങ്ങനെ ഒരു പ്രതിവിധി കണ്ടുപിടിക്കാനും അങ്ങനെ പ്രതിവിധി ഉണ്ടാകാനും എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ ആ വഴിക്കല്ല നമ്മുടെ ലോകം ഇന്ന് പോകുന്നത് എന്ന് ദുഃഖത്തോടെ പറയട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.